പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ പരിസ്ഥിതിയെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ കൊലയാളിയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉയർത്തുന്ന വെല്ലുവിളികൾ നിരവധിയുമാണ്. എന്നാൽ കേരളത്തിലെ ഹരിതകർമ്മസേന നടത്തുന്ന സ്തുത്യർഹമായ സേവനം മാലിന്യമുയർത്തുന്ന വെല്ലുവിളികളെ ലഘൂകരിക്കുകയും ഇതിനെ ഒരു വരുമാനദായക അവസരമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇടുക്കിയിലെ ഇരട്ടയാർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് പറയാനുള്ളത് ഒരു പ്രതീക്ഷയുടെ കഥയാണ്. MS സ്വാമിനാഥൻ ഗവേഷണ നിലയം നിർവഹിച്ച് നടപ്പിലാക്കിയ HDFC ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയായ പരിവർത്തൻ സമഗ്ര ഗ്രാമവികസന പദ്ധതി പഞ്ചായത്തിലെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ യൂണിറ്റിനെ അത്യാധുനിക ബെയിലിംഗ് മെഷീൻ, ലിഫ്റ്റ് തുടങ്ങിയ സഹായത്തോടെ മികവുറ്റതാക്കി മാറ്റി. കൂടാതെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ശാക്തീകരണത്തിലും സമൂഹത്തിന്റെ ബോധവൽക്കരണ പരിപാടികളിലും ഭാഗമായി. നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ HDFC പരിവർത്തനം പദ്ധതിയുടെ ഭാഗമായി സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ബെയിലിംഗ് മെഷീനും അതുപോലെ തന്നെ ലിഫ്റ്റും സേഫ്റ്റി മെറ്റീരിയൽസും വിതരണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും സഹായമെന്ന രീതിയിലാണ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ബെയിലിംഗ് മെഷീൻ വഴി നമുക്കിവിടുത്തെ ലെഗസി വേസ്റ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഈ ലെഗസി വേസ്റ്റുകൾ സാധാരണ മറ്റു പഞ്ചായത്തുകളിലൊക്കെ കൂടുതലായി വരുമ്പോൾ അവർ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. പക്ഷേ ഇവിടെ നേരെ മറിച്ച് ഇങ്ങനെ ബെയിലിംഗ് മെഷീൻ വഴി നിരവധിയായ ഓരോ കെട്ടുകളായി ബൈൻഡ് ചെയ്തെടുക്കുന്നത് മൂലം നമുക്ക് ഇങ്ങോട്ട് പൈസ ലഭിക്കുകയും അത് ഹരിതകർമ്മസേനകൾക്ക് ഒരു വരുമാന മാർഗമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ദിവസേന 300 കിലോഗ്രാം പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് വലിയ സംഭരണ സ്ഥലവും തൊഴിൽ സമയവും ആവശ്യമായിരുന്നു. 5000 കിലോ പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബെയിലുകൾ ഉൽപ്പാദിപ്പിക്കാൻ 20 ദിവസമെടുത്തത് സേനയുടെ സാമ്പത്തിക സാധ്യതയെ പരിമിതപ്പെടുത്തി. എന്നാൽ HDFC ബാങ്കിന്റെ പരിവർത്തൻ പദ്ധതിയുടെ ഇടപെടൽ മൂലം ദൈനിക ബെയിലിംഗ് ശേഷി 800 മുതൽ 1500 കിലോഗ്രാമായി ഉയർത്തി. സംഭരണ സ്ഥലം 3-1 കുറഞ്ഞു. തൊഴിൽ പ്രക്രിയ വളരെ എളുപ്പമായി. 5000 കിലോഗ്രാം പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബെയിലുകൾ ഉൽപ്പാദിപ്പിക്കാൻ വെറും 5 ദിവസം മതിയാകുന്നത് കൂടുതൽ കാര്യക്ഷമതയിലേക്ക് നയിച്ചു. ഇത് നേരിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ശരാശരി വരുമാനം 8000 രൂപയിൽ നിന്നും 20,000 രൂപയായി ഉയർന്നു. ബെയിൽ ചെയ്ത സാധനങ്ങൾ കെട്ടിടത്തിന് മണ്ടയിൽ എത്തിച്ച് വാഹനത്തിൽ കയറ്റുന്നതിനാവശ്യമായിട്ട് താഴെ നിന്ന് അവർക്ക് ഒത്തിരി പണി എളുപ്പമായിട്ട് ഒരു ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ നമ്മുടെ 28 ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. അവർ നല്ല രീതിയിൽ ജോലി ഭാരങ്ങളെല്ലാം അവർക്ക് വളരെ ലഘൂകരിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സംരംഭത്തിന്റെ വിജയം ഇരട്ടയാർ പഞ്ചായത്തിന്റെയും ഹരിതകർമ്മസേനയുടെയും ഹരിത കേരള മിഷന്റെയും കൂട്ടായ അധ്വാനത്തിന്റെ ഫലമാണ്. പ്രാദേശിക സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിലൂടെ മാലിന്യം ഒരു ഭാരമല്ല, മറിച്ച് ഒരു വിഭവമായി മാറുന്ന പ്രചോദനകരമായ ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇരട്ടയാറിലെ ഈ സംരംഭം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം.